അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 22 ഓൺവേഴ്സ്. താങ്ക് യു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. Unless a grain of wheat falls into the earth and dies, it remains alone. If it dies, it bears much fruit. 2 മണിക്കൂർ സംസാരിക്കേണ്ട ആഴമായ വിഷയമാണ്. എന്നാൽ നമ്മുടെ സമയത്തിന് പരിമിതിയുണ്ട്. വൈകുന്നേരം കൺവെൻഷനുണ്ട്. 2 മണിക്കൂർ പ്രസംഗിച്ചിട്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്തെയും എൻ്റെ പ്രായത്തെയെല്ലാം മാനിച്ച് കൃത്യസമയത്ത് ഞാൻ നിർത്തിക്കൊള്ളാം. കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളിൽ ഏറ്റവും ഊർജ്ജലതയുണ്ടായിരുന്നതാണ് മരിച്ചിട്ട് 96 മണിക്കൂർ കഴിഞ്ഞ് ലാസറിനെ ഉയർപ്പിച്ചത്. ആ ഉയർപ്പിൻ്റെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് ആദ്യത്തെ ദിവസങ്ങളിൽ തൊട്ടടുത്ത് ദേവാലയത്തിൽ പോകുന്നു, യെരുസലേമിൽ. അപ്പോൾ യവനന്മാർ നമസ്കരിക്കാൻ ചെല്ലുന്നു. യവനന്മാരാരാന്നറിയാമോ? ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് അദൃശ്യമായതിനെ വ്യക്തമായി അറിയാതെ ദൃശ്യമായതിനെ ആരാധിക്കുന്നവർ. അങ്ങനെ അദൃശ്യമായതിനെ വ്യക്തമായി അറിയാതെ ആരാധിച്ചിരുന്നവർ കേട്ടു, സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുന്നവർ ഈ ദേവാലയത്തിലുണ്ട്. അങ്ങനെ ചെന്നപ്പോഴാണ് അവർ അറിയുന്നത് അതിനെല്ലാം ഉപരിയായി അതിശക്തനായ ഒരാൾ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ചെന്ന ശിഷ്യന്മാരോടാണ് പറയുന്നത്, ബേത്സയിദക്കാരനായ ഫിലിപ്പോസിനോട് പറയുന്നു, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കാണുവാൻ താല്പര്യമുണ്ട്. ഫിലിപ്പോസും അന്ത്രയോസും ചെന്ന് കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ഹല്ലേലൂയ എന്നല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. 2 അർത്ഥം. ഒന്ന്, കർത്താവായ ഗോതമ്പ് മണി ഇതാ ഈ ആഴ്ചയിൽ നിലത്ത് വീണ് ചാകും. അതിൻ്റെ ഒരു വലിയ ഫലമായി ദോഹയിൽ ഇത്രയും പേർ ഇവിടുന്ന് ആരാധിക്കും. 2ാമത്തെ അർത്ഥമാണ് നമുക്ക് ബാധകം. ഞാനാകുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തെങ്കിൽ മാത്രമേ ഫലം കായ്ക്കത്തുള്ളൂ. നമ്മളെല്ലാവരും ദൈവമക്കളാണ്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. സ്വർഗത്തിൽ പൗരത്വമുള്ളവരാണ്. അതൊക്കെ നമുക്ക് സമയമുണ്ട്, വൈകുന്നേരമൊക്കെ ചിന്തിക്കാം. നമ്മൾ പരദേശ യാത്രക്കാരാണ്. എന്നാൽ സ്വർഗം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഫലം കായ്ക്കണം. എസ്പെഷ്യലി കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. വേണമെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറാം, നിങ്ങൾക്ക് മലയാളം അറിയാമെന്ന് വിശ്വസിക്കുന്നു. Unless a grain of wheat falls in the earth and dies, it remains alone. If it dies, it bears much fruit. ഒരു വിത്ത് ഫലം കായ്ക്കണമെങ്കിൽ 3 പ്രോസസ് കൂടി പോകണം. ആ 3 പ്രോസസ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലേ നമ്മൾ ഫലം കായ്ക്കത്തുള്ളൂ. നമ്മൾ ഫലം കായ്ച്ചാലേ സ്വർഗത്തിൽ നമുക്ക് മതിയായ പ്രതിഫലമുള്ളൂ. ഫലമില്ലാത്തതൊന്നും കർത്താവിന് വേണ്ട. നമ്മളെല്ലാവരും ഫലം കായ്ക്കണം. നമ്മിൽ അറിവിൽ, പ്രായത്തിൽ, സൗന്ദര്യത്തിൽ, ധനത്തിൽ, വിദ്യാഭ്യാസത്തിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെങ്കിൽ സ്വർഗം ചോദിക്കുന്നത് എൻ്റെ കഴിവിനുള്ള ഫലമാണ്, നമ്മളുടെ പ്രാപ്തിക്കുള്ള ഫലമാണ് ചോദിക്കുന്നത്. താലന്ത് കൊടുത്ത കണ്ടോ, ഓരോരുത്തനെ 10, ഒരുത്തന് 5, ഒരുത്തന് അതിൻ്റെ എന്നിട്ട് എഴുതിക്കുന്നു അവൻ്റെ പ്രാപ്തി പോലെ. ഈ 1 കൊടുത്തവനെ കർത്താവിനറിയാം, അവന് 1 കൊടുത്താലും 10 കൊടുത്താലും കുഴിച്ചിടും. പിന്നെ ഈ 10 കൊടുത്ത് കുഴിച്ചിട്ട് കൂടുതൽ കുഴപ്പമുണ്ടാക്കിക്കാണല്ലോ അവന് 1 കൊടുത്തത്. അപ്പം നമ്മളുടെ എഫിഷ്യൻസി അനുസരിച്ചാണ് സ്വർഗം നമ്മളിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നത്. അതിന് വളരെ വേഗം പറയണമല്ലോ, 3 പ്രോസാണ്. ഒരു വിത്ത്. നിങ്ങൾ ദോഹയെ കഴിയുന്നവർക്ക് വിത്ത് എന്നാന്ന് പോലും അറിയത്തില്ല. പ്രായമുള്ള സഹോദരിമാർക്കോ അവർക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും വിത്തൊന്നും അറിയത്തില്ല. എങ്കിലും ഞാൻ പറയാം, നമ്മുടെ ചെടികളുടെയൊക്കെ സീഡ്സ് എടുത്ത് വീട്ടിൽ ഉണങ്ങി സൂക്ഷിക്കും. ഉണങ്ങി സൂക്ഷിച്ചിട്ട് അത്
നല്ല നനവ് തട്ടാതെ ഈർപ്പമില്ലാതെ ഉണങ്ങി സൂക്ഷിക്കുന്നു. എന്നിട്ട് ശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ 2 ഇഞ്ച് മഴ പെയ്യണം. അതായത് ഗ്രൗണ്ട് 4 സർഫേസ് 4 ഇഞ്ച് കുതിരണം. അത് മലയാളിയുടെ ഭാഷ പറഞ്ഞാൽ ചതച്ചു കുത്തി മഴ. ആ മഴ പെയ്ത മണ്ണങ്ങോട്ട് നനഞ്ഞു കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ അച്ചാനും അമ്മച്ചൊക്കെ എന്ത് ചെയ്യും? ഈ വിത്തെടുത്ത് എന്ത് ചെയ്യും? നിലത്തിലിടും. ഇതാണ് കൃഷിയുടെ പ്രോസ്. അന്നേരം 3 പ്രോസാണ്. ഒന്ന്, ഈ വിത്തിന് വരുന്ന 3ാമത്തെ പ്രോസിൽ 1ാമത്തെ പ്രോസ്, ജോയിൻ ടു ദ മോയ്സ്ചർ ഓഫ് ദി ഗ്രൗണ്ട്. ഏതോ ഉണങ്ങിയ സ്ഥലത്തെ ചൂടടിക്കാതെ തണുപ്പടിക്കാതെയും നഷ്ടപ്പെടാതെയും പച്ചമലയാള ഭാഷയിൽ അടുക്കളയിലെ പുകയത്ത് വെച്ചിരുന്ന വിത്തെടുത്ത് ഓപ്പൺ എയറിൽ കാറ്റും തണുപ്പുമുള്ള സ്ഥലത്തേക്കിടുന്നു. അപ്പോൾ ആ നിലത്തിലെ ഈർപ്പവുമായി ചേരുന്നു ഈ വിത്ത്. ജോയിൻ ടു ദ മോയ്സ്ചർ ഓഫ് ദി ഗ്രൗണ്ട്. ഇതിന് പറയുന്ന ആത്മീയ ഭാഷയിലുള്ള പേരാണ് അനുസരണത്തോടുകൂടിയുള്ള സമർപ്പണം. ഫലം കായ്ക്കണമെങ്കിൽ ദ സബ്മിഷൻ വിത്ത് ബ്ലാങ്കറ്റ് ഒബീഡിയൻസ്. സമർപ്പണത്തോടു കൂടിയ അനുസരണം. ശ്രദ്ധിക്കണേ, വെറും അനുസരണമല്ല, വെറും സമർപ്പണമല്ല, സമർപ്പണത്തോടു കൂടിയ അനുസരണം. സ്വർഗം ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മിൽ നിന്നും അനുസരണമാണ്. കാരണം ആദ്യത്തെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ പാപം അനുസരണക്കേട്. ഇന്ന് ലോകത്തിൽ നടമാടുന്ന പാപം ഏറ്റവും കൂടുതൽ അനുസരണക്കേട്. നോക്കിക്കേ, എല്ലാ സെക്ടറിലും അനുസരണക്കേടാണ്. അതൊരു ഡെബിളിക് ടെക്നോളജിയാണ്. അനുസരണക്കേടെന്ന് പറഞ്ഞാൽ ഡെബിളിക് ടെക്നോളജിയാണ്. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കാമെന്ന് പാസ്റ്റർ പറഞ്ഞാലും, ഞാൻ ഇവിടുത്തെ കാര്യമല്ല, കേരളത്തിലെ കാര്യമാണ്, 60% പേര് കണ്ണു തുറക്കും. അത് മനഃപൂർവ്വമല്ല, ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. പാസ്റ്റർ പറയും, ഞാൻ കണ്ണു തുറക്കും. മനഃപൂർവ്വം, നോട്ട് പർപ്പസ്ലി. അതാണ് ഡെബിളിക് ടെക്നോളജി. ഏതിനും അനുസരണക്കേട്. 9 മണിക്ക് ആരാധന കറക്റ്റായിട്ട് ദൈവദാസൻ പറഞ്ഞാലും ഞാൻ 9:30 വരത്തുള്ളൂ. കാരണം എൻ്റെ ഷെഡ്യൂൾഡ് അതാ. ഞാൻ എഴുന്നേറ്റ് ഷെയ്വൊക്കെ ചെയ്ത് കുളിച്ച് എല്ലാം റെഡിയായി, ഷർട്ടൊക്കെ തേച്ച് പാൻറ്റൊക്കെ ഇട്ട് റെഡിയായി അടിഞ്ഞൊരുങ്ങി സുന്ദരനായി മുടിയൊക്കെ ചീകി വെളുത്തതൊക്കെ കറുപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് 9:30 ആവും. ഭാഷ തുടങ്ങിക്കോ, ഞാൻ വന്നേക്കാം 9:30. എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ കാര്യമല്ല, ഞാൻ കേരളത്തിലെ കാര്യം. ബ്ലാങ്കറ്റ് ഒബീഡിയൻസ് എങ്ങനെയാ? വിത്ത് സബ്മിഷൻ. നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിക്കുന്നത് വചനം നമ്മിൽ ക്രിയ ചെയ്യും. നിങ്ങളിലെല്ലാം അഭിഷേകത്തിൻ്റെ പവറുള്ളവരാണ്. അഭിഷേകത്തിൻ്റെ പവറുള്ളതിനാൽ നിങ്ങളും ഞാനും അറിയാതെ എന്നിലേക്ക് വചനത്തിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ നമ്മൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ, ഒരു മുൻവിധിയുമില്ലാതെ പൂർണ്ണമായിട്ട് സമർപ്പണത്തോടെയുള്ള അനുസരണം. ഒരു വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. യെസ്, ഇംഗ്ലീഷ് ബൈബിളുള്ള കുഞ്ഞുങ്ങളുടെ ഇംഗ്ലീഷിലൊന്ന് വായിച്ച മോളെ, മോനെ. ഐ ആം ദി ലോർഡ്. യെസ്. നോ, 138. ഐ ആം ദ വായിച്ചേ. യെസ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. വേദപുസ്തകത്തിൽ 5 മറിയമാരുണ്ട്. ഇതിലേത് മറിയ ഇത് പറഞ്ഞ് നിങ്ങൾക്കെല്ലാം അറിയാം. ആരാ കറക്റ്റ് ആൻസർ എന്ന് പറയാവോ? യേശുവിൻ്റെ ആണോ? കൃത്യമാണോ? ആണോ? അല്ല, തെറ്റിപ്പോയി. യേശുവിൻ്റെ അമ്മയൊന്നും അല്ലത് പറഞ്ഞത്. കണ്ടോ, നിങ്ങളവർക്ക് ഈ പാസ്റ്റർ വിരുദ്ധ ഉപദേശമായിട്ട് വന്നിരിക്കുകയാണ്. അല്ല, ഇതാരാ പറഞ്ഞത് നിങ്ങളൊന്ന് തിയററ്റിക്കലി ഒന്ന് നോക്കിക്കോണം. 26-ാം വാക്യം മുതലൊന്ന് വായിച്ചേ. 26-ാമത്തെ വാക്യം. യേശുവിൻ്റെ അമ്മയാണോ?
യേശുവിൻ്റെ അമ്മയായില്ല. അവൾക്ക് രണ്ട് പ്രത്യേകത. അവളൊരു കന്യകയാ. രണ്ട്, അവളുടെ വിവാഹം നിശ്ചയിച്ചത് യേശുവിൻ്റെ അമ്മയാ പിന്നീടാ. ഈ പ്രസ്താവന നടത്തുമ്പോൾ അവൾ യേശുവിൻ്റെ അമ്മയല്ല. ഈ പ്രസ്താവന നടത്തുമ്പോൾ അവൾ ആരാന്നറിയാവോ? ഷീ വാസ് എ മെറി വെർജിൻ ആസ് വെൽ ആസ് ഷീ വാസ് എ ബ്രൈഡ്. അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇനി നമുക്ക് 2026 കേരളത്തിലേക്കൊന്ന് വരാം. ദോഹയിൽ എനിക്കറിയാൻ മേല. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കേൾക്കണം. പ്രായമുള്ള സഹോദരിമാരെ ചിന്തിച്ചോ, നിങ്ങളുടെ അനുഭവത്തിലില്ലേന്ന്. സൈക്കോളജിസ്റ്റ് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഡിഗ്രി എടുക്കുമ്പോഴല്ല, അവൾ ഗൾഫിൽ വരുമ്പോഴും അല്ല, അമേരിക്ക പോകുമ്പോഴും അല്ല, നോ, അപ്പോഴൊന്നും അല്ല, ജോലി കിട്ടുമ്പോഴല്ല, ആദ്യമേ സാരി ഉടുക്കുമ്പോഴും അല്ല. അവൾക്ക് ഏറ്റവും സന്തോഷം വരുന്നത് എപ്പോഴാണെന്നറിയാവോ? വിവാഹം കഴിച്ചിട്ടുമല്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞ. അതിനെ പുറകെ ഒത്തിരി കാര്യമുണ്ട്. അതിന് ആ പൂർവ്വകാലത്തെ വിവാഹ നിശ്ചയവും വിവാഹവും തമ്മിൽ മിനിമം 2 ആഴ്ച വെക്കുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? നോക്കിക്കേ, അന്ന് പിതാക്കന്മാർക്ക് കർത്താവ് കൊടുത്ത ബുദ്ധിയാ. ഇവളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പിന്നെ അവളെ സങ്കല്പ വിഹായസിൽ സ്വപ്ന വിമാനത്തിൽ പറക്കുക അല്ലേ? സഹോദരിമാർ ചോദിച്ചേ, കല്യാണം കഴിഞ്ഞ സഹോദരിമാർ ചിന്തിച്ചേ ശരിയല്ലേ? ഞങ്ങൾ അങ്ങനെ പോകും, അച്ചായനും ഞാനുമായിട്ട് പോകും, ഞാൻ സൈഡിലിരിക്കും, അല്ലെ സ്കൂട്ടറിലാണ് ഞാൻ കെട്ടിപ്പിടിക്കും, ഞങ്ങൾ ഒന്നിച്ചു പോകും, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും, ആ കടയിൽ കയറും, ഈ കടയിൽ കയറും. ഇങ്ങനെ നോക്കിക്കേ, സയൻസ് പറയുന്നത് അവളുടെ സൗന്ദര്യം 40% കൂടും. കാരണം അവൾ സ്വപ്ന ലോകത്തിൽ സഞ്ചരിക്കുക. ഒരു ചീത്തക്കാരി അവൾ വരത്തില്ല. അവൾ ഭാവനെ കാണുക, വിവാഹം കഴിക്കുന്നു, ഒന്നിച്ചു പോകുന്നു, നടക്കുന്നു, വിരുന്നിന് പോകുന്നു, അതെടുക്കുന്നു. ഇത് കല്യാണം കഴിച്ചു കഴിഞ്ഞ കണ്ണീരും കരച്ചിലൊക്കെ ആയിരിക്കും, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ ഇവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മെറി ടൈമാണ് എപ്പോൾ? ഇൻ ബിറ്റ്വീൻ എൻഗേജ്മെന്റ് ആൻഡ് ദ മാരിയേജ്. അവളുടെ സൗന്ദര്യം വർദ്ധിക്കും. അതിനാ പുരാതന കാലത്ത് കാരണവന്മാർ 2 ആഴ്ച ഇട്ടത്. ഇന്നങ്ങനെയല്ല. പത്തനാപുരത്ത് ഞാനൊരു കല്യാണ ഉറപ്പിന് കൂടി 10 മണിക്ക് ഉറപ്പ്, 12 മണിക്ക് കല്യാണം. ഇവക്ക് ചിന്തിക്കാൻ പോലും നേരം കിട്ടി. മറിയേടെ ഒരിക്കൽ ചെന്നേ മാലാക പറയുക, നോക്കിക്കേ പറയുന്നത്, ആദ്യമേ പറഞ്ഞ് കൃപ ലഭിച്ചോളെ വന്ദനം. പക്ഷെ ഒരു കാര്യം, നിന്റെ വിവാഹമല്ല, ഒരു അവിവാഹിത പെൺകുട്ടി, നിങ്ങൾ ആഴമായിട്ട് മനസ്സിലാക്കിക്കോണം. ഒരാഴമായ സമർപ്പണം എന്നതാണ്. ഒരു പെൺകുട്ടി പോലും ആഗ്രഹിക്കുന്ന കാര്യമല്ല നീ വിവാഹം കഴിക്കാതെ ഗർഭിണിയാകും. അവൾ ഒരൊറ്റ ചോദ്യം ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഹൗ ദിസ് വിൽ ഹാപ്പൻ. മതിയായ ഉത്തരം കൊടുത്തു. The power of the Almighty shall be shaded upon you. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോഴാണ് അവൾ പറയുന്നത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. കണ്ടോ, അനുസരണത്തോടെ സമർപ്പണം. നിന്റെ ഇഷ്ടം പോലെ. മറിയയ്ക്ക് വേണേ ഒഴിയാം, ന്യായമായിട്ട് ഇന്നത്തെ മറിയാണേ ഒഴിയും. എൻ്റെ പൊന്നു മാലാകെ എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ കല്യാണം ഉറച്ചു വെച്ചിരിക്കുക, ദൈവീയത് കുറുകെ ചാടരുത്. അങ്ങനെ വേണോ? നീളം കുറഞ്ഞു പോയിട്ട്, നിറവില്ലാഞ്ഞിട്ട്, പണമില്ലാഞ്ഞിട്ട് കല്യാണം കഴിക്കാത്ത എത്ര കൂട്ടുകാരൻ്റെ കൂടെന്നറിയാവോ? അവരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞ നിങ്ങളിപ്പോൾ പലരുടെ പേര് വരുമെന്ന് പറയുന്നില്ല. അങ്ങോട്ടിയല്ലേ? നോ, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കംപ്ലീറ്റ് അനുസരണം. കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിലത്തിലെ ഈർപ്പവുമായി ചേരുന്നത് പോലെ ഈ ലോകത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. നിന്റെ ഇഷ്ടം. നോക്കിക്കേ, ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ നോക്കുന്ന പോലെ സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് എന്നെയും നിങ്ങളും രാപകലില്ലാതെ നോക്കുന്നവനാ കർത്താവ്. യഹോവയുടെ ദൃഷ്ടി അവൻ്റെ ഭക്തന്മാരുടെ മേൽ ഊടാടിക്കൊണ്ടിരിക്കുന്നെന്നാ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. അറിയാമോ? അടുത്ത വർഷം ഞാൻ ധരിക്കാനുള്ള ഷർട്ട് എൻ്റെ കർത്താവ് ഏതോ കടയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞു. നിങ്ങൾക്കും അതാണ് നമ്മുടെ സമർപ്പണത്തിൻ്റെ ശക്തി. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. ആ കരുതലിൽ സമർപ്പിക്കണം. വിദ്യാഭ്യാസം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, സബ്ജക്റ്റ് ടഫായിട്ട് വരാം, ഡോണ്ട് വറി. പരിശുദ്ധാത്മാവുണ്ടോ? ആ ശക്തി തന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം തിരുത്തി കുറിക്കുന്നവനാ. ഞാൻ രക്ഷിക്കപ്പെട്ട ഇടയിൽ ഒരു സംഭവം പറയാം.
പള്ളി വിട്ടില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ താല്പര്യത്തിന് പറയുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി തിരുത്തി കുറിക്കും. എൻ്റെ മൂത്ത മകൾ ജിബി ഇന്നലെ പ്രസംഗിച്ചവൻ്റെ ഇളയത്, അവളിന്ന് അമേരിക്കയിലാണ്. അവളെ അന്ന് പ്രീ ഡിഗ്രിയാ, അല്ലാതെ പ്ലസ് ടു ഒന്നുമില്ല, പ്രീ ഡിഗ്രി പാസ്സായി. 80s ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, കോട്ടയം CMS കോളേജിൽ നിന്നാണ്. ഞാൻ അവധിക്ക് വീട്ടിൽ നിന്നപ്പോൾ വൈഫ് പറഞ്ഞു, മോളെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി പ്രീ ഡിഗ്രിക്ക്, വലിയ സന്തോഷം. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, ഇവളെ എവിടെ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറിയാവുന്ന ആളാണ് ബിനോയ്, അതുകൊണ്ട് കള്ളം പറഞ്ഞൊന്നും രക്ഷപ്പെടാനൊക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു എവിടെ വിടണേ ഇവളെ. എൻ്റെ വൈഫ് പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പറഞ്ഞു, പെങ്കൊച്ചല്ലേ, ഏറ്റവും നല്ലത് നേഴ്സിങ്ങിന് വിട്ടാൽ ജോലിയും കിട്ടും, കല്യാണവും കഴിപ്പിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾക്ക് സമ്മതമാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യും, വിടുകയാണെങ്കിൽ നല്ല കോളേജിൽ എവിടെയെങ്കിലും വിടണം, നമുക്ക് വെല്ലൂർ വിടാം. സന്തോഷമായി. വെല്ലൂർ എക്സാമിനേഷൻ ഉണ്ട്, അത് അന്ന് വെല്ലൂർ ചെല്ലണം. എൻ്റെ മൂത്ത പെങ്ങള് കൊണ്ടുപോയി, അവളെ എക്സാമിന് എഴുതി കൊണ്ടുവന്നു. റിസൾട്ട് വന്നു, അവൾ പാസ്സായി. പിന്നെ ഇനി അടുത്തത് ഇൻ്റർവ്യൂ ടെസ്റ്റാണ്. അവളെ വന്നപ്പോൾ എനിക്ക് സന്തോഷമായി. കേട്ടോണേ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് പള്ളി വിട്ടില്ല, അങ്ങനെ നിൽക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞവനാണ് ഞാൻ അവധിയെടുത്തു. ഇവളെയും കൊണ്ട് ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് വെല്ലൂരി വന്നു. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് കേട്ടോണം, 45 സീറ്റ് അവിടെ ആകെ ടോട്ടൽ അന്ന് BSc നഴ്സിങ്ങിന് 45 സീറ്റ്. അതിൽ 40 സീറ്റും സ്പോൺസേർഡാണ്, 5 സീറ്റേ ഉള്ളൂ പബ്ലിക്കിന്. 40 സീറ്റ് CSIക്കാർക്കുണ്ട്, മർത്തോമക്കാർക്കുണ്ട്, റീത്തുകാർക്കുണ്ട്, ബ്രദറുകാർക്കുണ്ട്, പെന്തിക്കോസുകാർക്ക് താറാമുട്ട ഓർത്തോണം. അതാണ് സിസ്റ്റം. അപ്പോൾ ഓപ്പൺ കോട്ടായിൽ 5 സീറ്റ്. എൻ്റെ മകൾ പഠിച്ചത് മലയാളം മീഡിയം. രാവിലെ അവിടെ ചെന്ന് ഞങ്ങൾ YWCയിൽ റൂം എടുത്തു. 8:30 മറ്റാന്ന് ഇൻ്റർവ്യൂ. ഞങ്ങൾ രാവിലെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, 850 പെൺകുട്ടികൾ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ താഴത്തെ ഗാർഡനിൽ ഇങ്ങനെ ഇരിക്കുക ഇൻ്റർവ്യൂവിന് പോകാൻ. ഈ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോഴേ എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, പപ്പാ ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം പറയാം, ഈ പെൺകുട്ടികൾ മിക്കവാറും എല്ലാം ഔട്ട്സൈഡ് കേരള ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. ഈവൻ ഗൾഫിൽ നിന്ന കുട്ടികളുണ്ട്, വടക്കേ ഇന്ത്യയിൽ നിന്ന് കുട്ടികളുണ്ട്. നല്ല ബെസ്റ്റ് ഇംഗ്ലീഷ്, ഫൈൻ ഇംഗ്ലീഷ്. എൻ്റെ മകൾ പഠിച്ചത് മലയാളം മീഡിയം, കോട്ടയത്തെ KNOW കനോ എന്ന് പഠിപ്പിക്കുന്നിടത്ത്. തീർന്നില്ല, ഈ പെൺകുട്ടികളെയൊക്കെ കണ്ടാൽ അവരുടെ അലങ്കാരങ്ങളും അവരുടെ വേഷങ്ങളും കണ്ടാൽ ഓടിച്ചിട്ട് അഡ്മിഷൻ കൊടുക്കും. എൻ്റെ മകൾ വെറും സിമ്പിൾ. അതുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു, പപ്പ ഈ പെൺകുട്ടികളെയൊക്കെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, എന്നെ എടുക്കത്തില്ല. പിന്നെ ആദ്യത്തെ അഡ്മിഷനിൽ പരാജയപ്പെട്ടാൽ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ അതൊരു ദോഷമാകും, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ തോണ്ടി ഒരു വാക്ക് പറഞ്ഞു. അതാണ് എന്നെ പിടിച്ചു കുലിച്ചത്. പപ്പ, നമ്മൾ പള്ളിയിലായിരുന്നെങ്കിൽ പപ്പായുടെ പൊസിഷൻ വെച്ചുകൊണ്ട് ബിഷപ്പ് തിരുമേനി വിളിച്ചു പറയും തോമസ് മാമൻ്റെ മകൾക്കൊരു അഡ്മിഷൻ കൊടുക്കാൻ. അതെന്നെ കൊളുത്തി. ഒരു ചോദ്യം, ദൈവമക്കളെ ശ്രദ്ധിച്ച് കേട്ടോ കുഞ്ഞുങ്ങളെ, കർത്താവ് തിരുത്തി കുടിക്കുന്ന, രേഖ തിരുത്തുന്നവനാണ് കർത്താവ്. നടന്ന സംഭവം കേട്ടോണം. ഞാൻ അവളോട് പറഞ്ഞു, യു ഡോണ്ട് വറി, നീ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ ആ YWCയിൽ എടുത്ത റൂമിൽ കാർപ്പറ്റിൽ ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ജോലിയില്ലാഞ്ഞിട്ടോ രോഗം വന്നിട്ടോ പണമില്ലാഞ്ഞിട്ടോ അല്ല, സത്യം എന്നെ സ്വതന്ത്രനാക്കി ഞാൻ ഈ മാർഗത്തിൽ വന്നെങ്കിൽ എന്നെ നീ ലജ്ജിപ്പിക്കരുതേ. ദൈവമക്കളെ, നിങ്ങൾക്കറിയാവോ സംഭവം തിരുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞു, ഈ 850 കുട്ടികളിരിക്കുമ്പോൾ 4 പ്രൊഫസേഴ്സാണ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ പറഞ്ഞു, നമുക്ക് ഈ അപ്ലിക്കൻസിനെ ഒന്ന് നോക്കാം. പിന്നീട് ഞാൻ അറിഞ്ഞതാ, അവർ താഴെ ഇറങ്ങി വന്നേ ഈ ഇരിക്കുന്ന കുട്ടികളുടെ കൺവെർസേഷൻ എല്ലാം കേട്ടു കഴിഞ്ഞ് അവർ തിരിച്ച് മേളിച്ചെന്ന് പറഞ്ഞെന്ന്. ഈ വർഷത്തെ പെമ്പിള്ളേർ ഇതേ സൈസ് ഇതിനു മുമ്പ് വന്നിട്ടില്ല. ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സ് നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ നമ്മളെ ചോദ്യം ചെയ്യും. അത്ര മിടുക്കർ ചിമിട്ടികളാ. അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം. തിരിഞ്ഞ് കേട്ടോണം നിങ്ങൾ, നമുക്ക് ബൈബിളിൽ നിന്നും ചോദിക്കാം. തമ്പുരാൻ രേഖ കീർത്തിക്കണം. 1ാമത്തെ മെഡിക്കി അങ്ങോട്ട് ചെന്നു. അവളോട് ചോദിച്ചു, വേർ ഈസ് ദ നേറ്റീവ് പ്ലേസ് ഓഫ് എബ്രഹാം? അവൾ പറഞ്ഞു, റാന്നി ഐത്തല, അവിടെ അപ്പൻ്റെ വീടാ. ഇതൊരു തമാശല്ല ദൈവമക്കളെ, നടന്ന സംഭവമാ. ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ ചോദിച്ചു. വേറൊരു കുട്ടിയോട് ചോദിച്ചു, നോഹ എത്ര നാൾ പെട്ടകത്തിലിരുന്നു? അവൾ പറഞ്ഞു, 40 രാവും
40 പകലും എൻ്റെ മകൾ അങ്ങോട്ട് ചെന്നു. അവളോടും ചോദിച്ചു, സെയിം ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ നേറ്റീവ് പ്ലേസ് ഓഫ് എബ്രഹാം? അവൾ പറഞ്ഞു, ഇന്നത്തെ ഇറാഖ്, അന്നത്തെ കൽദയരുടെ പട്ടണമായ ഊർ. അപ്പോൾ അവർ ശ്രദ്ധിച്ചു. അടുത്ത ചോദ്യം, നോഹയുടെ എത്ര നാൾ പട്ടകത്തിലിരുന്നു? അവൾ, ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അവൾ പറഞ്ഞു, ജലപ്രളയത്തിന് മുമ്പ് 1 വർഷവും 10 ദിവസവും, അതിന് മുമ്പ് 7 ദിവസം, അത് കഴിഞ്ഞ് 1 വർഷവും 10 ദിവസവും. അവർ പറഞ്ഞു കേൾക്കണോ, ഈ കൊച്ചു പെന്തിക്കോസ്തുകാർത്തിയാന്ന് പറഞ്ഞ് അഡ്മിഷൻ കൊടുത്തില്ലേ, ദൈവം നമ്മളെ പിടിക്കും, ഇവക്ക് അഡ്മിഷൻ കൊടുക്കാം. സ്വർഗം രേഖ തിരുത്തും. നീ സമർപ്പിച്ചാൽ, നിന്റെ ജോലിയിൽ പ്രശ്നം വന്നാൽ, നിന്റെ ശരീരത്തിൽ രോഗം വന്നാൽ, നിന്റെ മക്കളുടെ കരിയറിൽ പ്രയാസം വന്നാൽ, സമർപ്പണമുണ്ടോ, അനുസരണമുണ്ടോ, സ്വർഗം തിരുത്തും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ചേ. സ്വർഗം തിരുത്തും. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. സ്വർഗത്തിന് ആവശ്യം സമർപ്പണമാണ്, അനുസരണമുള്ള 3 പ്രോസ. എല്ലാം പറയാൻ നേരമില്ല. 3 പ്രോസിൽ ഒന്നാമത്തെ പ്രോസാണ് സബ്മിഷൻ ഓഫ് വിത്ത് പൂർണ്ണ അനുസരണത്തോടെ സമർപ്പണം. ഉണ്ടോ? മറിയം പറഞ്ഞു, അവളുടെ ഡൗട്ട് അവൾ ചോദിച്ചു, ന്യായമാ, ഞാൻ പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും? സ്വർഗം മതിയായ ഉത്തരം കൊടുത്തു. അത് അവൾക്ക് ഫീൽ ചെയ്തു, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോഴാണ് അവൾ പറയുന്നത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഈ സമർപ്പണമുണ്ടോ? നിലത്തിലെ ഈർപ്പവുമായി ചേർന്നു വിത്ത്. രണ്ടാമത്തേതാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ. നോക്കിക്കേ, വിത്ത് ഞാൻ സയൻസിൽ കൂടെ ബൈബിളിൽ കൂടെയാണ് പറയുന്നത്. ഒന്ന്, നിലത്തിലെ ഈർപ്പവുമായി ചേർന്നു. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. നിങ്ങളത് കണ്ടിട്ടില്ല, കൃഷിക്കുന്ന നോക്കക്കാരില്ല, നിങ്ങൾ ഒട്ടകത്തെ പോലും ഇപ്പം കാണുന്നില്ല, പിന്നെ അല്ലേ വിത്ത് കാണുന്നു അല്ലേ. രണ്ടാമത്തെ പ്രോസ് കേട്ടോണം, ജർമിനേഷൻ. തോട് പൊട്ടും. ആ ഈർപ്പം അങ്ങോട്ട് അടിച്ചു, നിലത്തിലെ മോയ്സ്ചറുമായി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ വിത്തിൻ്റെ പുറത്തെ തോട് പൊട്ടും. ഇത് തന്നെ, ഒന്ന് അനുസരണത്തോടു കൂടിയുള്ള സമർപ്പണം, 2 പ്രവൃത്തിയിലുള്ള സമർപ്പണം. സബ്മിഷൻ വിത്ത് വർക്ക്, സബ്മിഷൻ വിത്ത് ആക്ഷൻ. ഒന്ന്, എങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുക, ജോയിൻ ടു ദ മോയ്സ്ചർ. 2, ആ സമർപ്പണത്തിൻ്റെ 2ാം ഘട്ടം വരികയാണ്. എന്താണെന്നറിയാവോ? സമർപ്പണം വിത്ത് ആക്ഷൻ, പ്രവൃത്തിയിൽ കൂടിയുള്ള സമർപ്പണം. കർത്താവ് ആത്മീയ ജീവിതത്തിൽ നമ്മൾ സെക്കുലർ ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു, പഠിക്കുന്നു. പക്ഷെങ്കിൽ അവിടെയൊക്കെയും ഒരു സമർപ്പണമുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങൾ നോക്കിക്കുക, ഒത്തിരി ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ എടുക്കാനുണ്ടെങ്കിലും വളരെ വേഗം ഞാൻ പറയട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 19-ാം വാക്യത്തെടുത്ത് ആ സമർപ്പണത്തിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കിക്കേ. ആ, ഏലിയാവിനോട് പറഞ്ഞു, നിന്റെ ശുശ്രൂഷ തീരാൻ പോകുക, നീ 2 രാജാക്കന്മാരെ 2 രാജ്യത്ത് വാഴിക്കണം. 3, നിനക്ക് പകരം ഒരു പ്രവാചകനെ നീ വാഴിക്കണം. ഈ ഓർഡറാണ് കിട്ടുന്നത്. 2 രാജാക്കന്മാരെ വാഴിക്കണം 2 രാജ്യത്തിലേക്ക്. 3, നിന്നെ ഞാൻ എടുക്കപ്പെടാൻ പോയില്ല. ഏലിയാവിനെ എടുക്കാൻ വലിയ ഒരു മിസ്റ്ററി ഒന്നുമല്ല, പഠിച്ചാൽ കാണാം, എല്ലാവർക്കും അറിയാമായിരുന്നു അന്ന് ഏലിയാവിനെ എടുക്കപ്പെടുമെന്ന്. അതുകൊണ്ട് നിന്റെ ശുശ്രൂഷ തീരാൻ പോകുന്നു, നീ ഒരാളെ വാഴിക്കണം. അങ്ങനെ അങ്ങോട്ട് പോയി ഇന്നയാളെന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലുകയാണ്. ഇനിയും കേട്ടോളാം, ആ സമർപ്പണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാക്കത്തുള്ളൂ എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്. വായിക്കാം. ആ, സാധാരണ ആ രാജ്യത്തിൽ ഒരു ധനവാനായ കൃഷിക്കാരൻ 5 കാളയാ. അതിസമ്പന്നന് മാത്രമേ 10-ൽ കൂടുതൽ കാളകളുള്ള ഇദ്ദേഹത്തിന് 12 കാളയാ. അപ്പോൾ ഓർത്തോണ്ട്, ഹി വാസ് സോ റിച്ച് പേഴ്സൺ. ആരാ? എലിശ. തീർന്നില്ല, ഹി വാസ് എ ഗുഡ് വർക്കർ. 12ാമത്തേതിൻ്റെ കൂടെ അവനാ നിൽക്കുന്നത്. കാരണം 11 പേരുടെ പുറകിൽ ഇവൻ നിൽക്കുക. അവൻ ഹി വാസ് എ റിച്ച് പേഴ്സൺ, ഹി വാസ് എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. പ്രത്യേകത കണ്ടോ? അവനൊരു ധനവാനാണ്,
അവൻ നല്ലപോലെ ജോലി ചെയ്യുന്നവനാണ്. ദൈവമക്കളെ, നമ്മൾ ലോകത്തിൽ ജോലി ചെയ്യുന്നവരാണ്, ആത്മീയ ധനമുള്ളവരാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, എലീശ ചെയ്ത പരിപാടി കേട്ടോണം. അടുത്ത വാക്യം. ആ ആ ഇതിൻ്റെ അർത്ഥം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരണം. ആ രാജ്യത്തിൽ ഒരു നടപടി ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഭാര്യാഭർത്താവിന് മക്കളില്ലെങ്കിൽ സ്വത്തുക്കൾ മുഴുവൻ സഹോദരൻ്റെ മക്കൾ കൊടുക്കാം, ന്യായപ്രമാണത്തിലുണ്ട്. സഹോദരനും മക്കളില്ലെങ്കിൽ അടുത്ത ചാർച്ചക്കാരുടെ മക്കൾക്കും കൊടുക്കാം, ന്യായപ്രമാണത്തിലുണ്ട്. എന്നാൽ സ്വത്തുക്കളുണ്ട്, മക്കളില്ല, സഹോദരങ്ങൾക്കും മക്കളില്ല, അടുത്ത ചാർച്ചക്കാർക്കും മക്കളില്ല എങ്കിൽ ഈ സ്വത്തുക്കൾ ആർക്ക് കൊടുക്കണമെന്ന് ന്യായപ്രമാണം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഒരു കസ്റ്റം വെച്ചിരുന്നു. എന്താണെന്നറിയാമോ കസ്റ്റം? എനിക്കൊത്തിരി ധനമുണ്ട്, ആ കസ്റ്റമാണ്. അത് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിനെ ഞാൻ കണ്ടുപിടിച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ അനീഷ് ഭാഷയ്ക്ക് കൊടുക്കാം എന്തെങ്കിലും സങ്കല്പിച്ച് ഞാൻ ചെന്ന് അദ്ദേഹത്തോട് പറയാൻ പാടില്ല. അദ്ദേഹത്തിൽ നിന്ന് 8 അടി അകലെ ഞാൻ നിൽക്കണം. 8 അടി അകലെ ഞാൻ നിന്നിട്ട് എൻ്റെ വസ്ത്രമല്ല, എൻ്റെ ഓവർകോട്ട്, എൻ്റെ പുതപ്പ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കല്ലേ. ഐ ഷുഡ് ത്രോ ഇറ്റ് ടു ഹിം. ഞാൻ എൻ്റെ വസ്ത്രം, ഓവർകോട്ടെ അദ്ദേഹത്തിന് മേൽ എറിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്കുള്ളതെല്ലാം കിട്ടാൻ ചോയ്സാണെന്ന്. അദ്ദേഹത്തിന് താല്പര്യമില്ല എങ്കിൽ തിരിച്ചെറിഞ്ഞാൽ ഞാൻ അതും കൊണ്ട് അടുത്തയാളെ അന്വേഷിക്കും. അത് സ്വീകരിച്ചാൽ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തതിൻ്റെ തെളിവ് ആ പുതപ്പ് പുതച്ചെന്നെ ചുംബിക്കണം. ഈ പരിപാടിയാ ഇവിടെ നടക്കുന്നത്. ഇനിയൊന്ന് വായില്ല, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വായിക്കാം. ആ ആ ആ നോക്കിക്കേ, വേണേ തിരിച്ചറിഞ്ഞു കൊടുക്കാം. കാരണം ഇദ്ദേഹം 12 കാളയുള്ള അധ്വാനിക്കുന്ന ധനവനായ ഒരു കർഷകനാണ്. ഈ വന്നിരിക്കുന്ന ആളിൻ്റെ സാഹചര്യം കണ്ടാൽ അറിയാം, പുള്ളി ഉദ്ദേശിയ മൊട്ടത്തലയാണ്. അപ്പം ഈ മൊട്ടത്തലയും ഉടുപ്പിട്ടെറിഞ്ഞാൽ എന്നാ കിട്ടും? ഒന്നും കിട്ടാനില്ല, ഒന്നുമില്ലാതെ ശുശ്രൂഷയ്ക്ക് പോകണം ഇല്ലേ? പക്ഷെങ്കിൽ ഇദ്ദേഹം പുതച്ചുകൊണ്ട് ചുമ്മിച്ചേച്ചു പറഞ്ഞ് കേട്ടോണം. ഞാൻ എൻ്റെ നോക്കിക്കോണം. അദ്ദേഹത്തിൻ്റെ സമർപ്പണം കേൾക്കണമോ? അടുത്ത വാക്യം ഒന്ന് വായിച്ചാൽ കാണാം. സമർപ്പണം ഇതാണ് നമുക്ക് ആവശ്യം. ആ ആ കണ്ടോ? നിങ്ങൾ ആ വാക്യ നമ്മളെ ആത്മാവിൻ്റെ ശക്തിയിൽ നോക്കണം. Temptation will come to you and me to go back. സമർപ്പിച്ചാലും നമ്മുടെ ജഡം രക്ഷിക്കപ്പെട്ടിട്ട്, വൈകുന്നേരം നമ്മളെ ചിന്തിക്കും, നമ്മുടെ ജഡം രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ആത്മീയത്തിൽ പുറകോട്ട് പോകാൻ, തണുപ്പിലേക്ക് പോകാൻ നമ്മുടെ ജഡം നമ്മളെ പിടിച്ചു വലിക്കും. എലീശയ്ക്കറിയാം, ഞാനൊരു വലിയ കർഷകനാണ്, ഞാനൊരു ധനവാനാണ്, എന്നെ ഈ പണിക്ക് വിട്ടാൽ എന്നെ തിരിച്ചു വിളിക്കാതിരിക്കാൻ, ഇനി ഒരിക്കലും എനിക്ക് ആ ശോധന വരാതിരിക്കാൻ അവിടെ വിറകില്ലാഞ്ഞിട്ടല്ല, സ്വന്തം കലപ്പ കത്തിച്ചു. വേറെ കാളയില്ലാഞ്ഞിട്ടല്ല, താൻ ഉപയോഗിച്ച കാളയെ കത്തിച്ചു. എന്താ? അതാണ് സമർപ്പണം. ആ സമർപ്പണമാണ് സ്വർഗം ചോദിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും നമ്മളെ വേർപിരിക്കുന്ന ഒരു ശക്തിയെയും അനുവദിക്കാതിരുന്നാൽ നമുക്ക് ദൈവകൃപ. ഇതിൻ്റെ റിസൾട്ടാണ് കിട്ടിയത്. ഏലിയാവിൻ്റെ ശക്തിയുടെ എത്ര കിട്ടി? ഇരട്ടി. സമർപ്പണത്തിൻ്റെ ശക്തി കണ്ടോ? അദ്ദേഹം തെളിയിച്ചു. സാത്താൻ ശോധന ചെയ്യും കേട്ടോ. സമയം പോവുകയാണ്. മൂന്നാമത്തെ കാര്യം പറയുന്നില്ല, രണ്ടാമത്തെ കാര്യം പറഞ്ഞ് ഞാനിങ്ങ് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തത് സ്പിരിച്വൽ എക്സസൈസാണ്. അത് ഒത്തിരി പറയേണ്ടതാണ്, അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ആർക്കാ എക്സസൈസ്? കട്ടിലേ കിടക്കുന്നവൻ എക്സസൈസ് ചെയ്യാൻ പെട്ടി കൊണ്ടുകൊണ്ട് വരും അല്ലേ? അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ആരാ? ആരോഗ്യമുള്ളവരാ. അപ്പോൾ ആത്മീയ വ്യായാമം ആത്മീയത്തിൽ കൃപയിൽ നിൽക്കുന്നവർക്കാണ്. ആ വ്യായാമമാണ് അല്പം കഷ്ടത, അല്പം ബുദ്ധിമുട്ട്, ഞെരുക്കം, ജോലിയിൽ പ്രശ്നം, ശരീരത്തിൽ പ്രശ്നം. പേടിക്കേണ്ട, ഇറ്റ് ഈസ് ആൻ എക്സസൈസ്. എന്തിനാണെന്നറിയാമോ? നമ്മിലുള്ളതായ മുഴുവൻ ഫാറ്റും എടുത്ത് കളഞ്ഞ് നമ്മളെ യോഗ്യരാക്കാൻ നമുക്കൊരു എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് ഒരിക്കലും കളയരുത്. ആ എക്സസൈസ് വേണം. എന്തിനറിയാവോ? നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ, നമ്മളിൽ ഫാറ്റ് അടയാതിരിക്കാൻ തമ്പുരാൻ എക്സസൈസ് ചെയ്യിക്കും. അതിൻ്റെ പേരാണ് സ്പിരിച്വൽ എക്സസൈസ്. അതിലേക്ക് ഞാൻ കയറുന്നില്ല. സമർപ്പണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ സമർപ്പണം തെളിയിച്ചു.
ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടിപ്പങ്ക് ആത്മാവിനെ ചോദിച്ചെങ്കിൽ ഏലിയാവ് ചെയ്തതിൻ്റെ കറക്റ്റ് ഇരട്ടി വീര്യപ്രവൃത്തി. ഒടുവിൽ കണ്ടില്ലേ, സാത്താൻ ഉടക്കി. നമ്മുടെ പുറകെ വരും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സിംഗിൾ പ്രോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി ഉണ്ടല്ലോ, സ്പെക്ടാനിങ്, ആ കണ്ടുപിടിച്ച അമേരിക്കക്കാരൊന്നുമല്ല, പിശാചാണ്. പിന്നെ ഇവരത് പ്രായോഗികമാക്കിയെന്നേ ഉള്ളൂ. എന്നെ നിങ്ങളെയൊക്കെ അവൻ ഇത് ചെയ്യുന്നുണ്ട്. ഏതാ? സ്പെക്സാൻ. നമുക്ക് എന്നാ വീക്ക്നെസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അവിടെ കൊണ്ട് തരും അവൻ. എലീശായ്ക്ക് ഇത് നല്ലപോലെ മനസ്സിലായ സമർപ്പണത്തിൻ്റെ ശക്തി ഉണ്ടോ. അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോഴാണ് വീണ്ടും ഞാൻ വാക്യങ്ങൾ വായിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, സിറിയൻ സ്ഥാനാപതി നയമാൻ കുഷ്ഠരോഗി, ചെന്നിടത്തെല്ലാം വിജയം, രാജാവിനും ദുഃഖം, നയമാനും ദുഃഖം. എന്താണെന്നറിയാമോ? എവിടെ ചെന്നാലും യുദ്ധം ജയിക്കും. അന്നത്തെ കഷ്ടമനുസരിച്ച് യുദ്ധം 500, 600, 800 പട്ടാളക്കാർ പോയാൽ 10-200 പേര് മരിക്കും, 10-200 പേര് വൂണ്ടഡാകും. യുദ്ധം ജയിച്ചു വരുന്നത് 100-200 പേരെ വരത്തുള്ളൂ. ബാക്കിയെല്ലാം വൂണ്ടഡാകും, അല്ലെ മരിച്ചു പോകും. അവർ കൊള്ളയടിച്ചു വരും, രാജ്യത്തിന് വേണ്ടി ജീവൻ കലിച്ചു വരുന്നവരാ. വരുമ്പോൾ പട്ടണത്തിൽ കയറാൻ അനുവാദമില്ല. വെളിയിൽ ബ്യൂകൾ കൂവി അറിയിക്കണം ഞങ്ങൾ വന്നെന്ന്. അവർ പട്ടണത്തിൻ്റെ വെളിയിൽ നിൽക്കും. ചരിത്രം വിളിച്ചു പറയുന്നു, 5 മണി കഴിയുമ്പോൾ പട്ടണക്കാരെല്ലാം കൃഷിക്കും ജോലിക്കും പോയവരാ. അവർ വന്നു കഴിയുമ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കാഹളം മുഴക്കും. യുദ്ധം ജയിച്ചു, പട്ടാളക്കാർ വന്നിരിക്കുന്നു, നമുക്കവരെ സ്വീകരിക്കാൻ പോകണം. ആ പട്ടണത്തിൽ അവശേഷിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങൾ പട്ടണവാതിക്കൽ ആരവാരത്തോടെ വരും. രാജാവും രാജ്ഞിയും വരും. രാജ്യത്തിന് വേണ്ടി ജീവൻ കഴിച്ചവരുടെ ബാക്കിയാണ് ഈ വരുന്നത് കൊള്ളയൊടിച്ച്. അവരെ സ്വീകരിക്കുന്ന ചടങ്ങ. രാജാവ് ആദ്യം പ്രോട്ടോക്കോൾ അനുസരിച്ച് സേനാനായകനെ ചുംബിക്കണം. പക്ഷെങ്കിൽ കുഷ്ഠരോഗിയെ ചുംബിക്കാൻ വ്യവസ്ഥയില്ല. അതുകൊണ്ട് യുദ്ധം ജയിച്ചത് നയമാന. അദ്ദേഹം ഫ്രണ്ടിൽ വന്നാലും രാജാവ് ചുംബനം കൊടുക്കുന്നത് അസിസ്റ്റന്റിനാ. മനപ്രയാസം നിങ്ങൾ ഓർത്തേ. ഈ ദുഃഖവാ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സമർപ്പണ ശക്തി കേൾക്കണം. ആ വീട്ടിലെ ഒരു സ്വസ്ഥതയില്ല. ദൈവ കൃപയാൽ അവിടെ വേലയ്ക്ക് നിൽക്കുന്നത് പെന്തിക്കോസ്തുകാരത്തി പെണ്ണ്, നമ്മുടെ ഭാഷയിൽ അല്ലേ. അവളെ നോക്കിയപ്പോൾ ഇവിടെ ഒരു സ്വസ്ഥതയില്ല. അപ്പോൾ അവൾ ധൈര്യത്തോടെ, അവൾ കൃപയുള്ളവളായിട്ട് അവിടെ ചോദിച്ചു, അമ്മജി യജമാനത്തി, ഇവിടെ ഒന്നിനും കുറവില്ല. നിങ്ങളുടെ 2 പേരുടെ മുഖം ഒരുമാതിരി മരപ്പട്ടിയുടെ മുഖം പോലാണല്ലോ. ഉടനെ അമ്മച്ചി പെണ്ണോട്, എൻ്റെ ഇടി കൊച്ചേ കുഞ്ഞുഞ്ഞമ്മേ, നിനക്ക് സത്യം അറിയാൻ മേലായിട്ടാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ ഒന്നിനും കുറവില്ല. പക്ഷേ നിൻ്റെ ഇവിടുത്തെ യജമാനൻ്റെ ഉടുപ്പൂരിക്കണ്ട, നീ ഇവിടെ നിൽക്കത്തില്ല. ലോകത്തിലെ പല മിടുക്കന്മാരുടെ ഉടുപ്പൂരിയാൽ നമ്മൾ നിൽക്കത്തില്ല. നിൻ്റെ യജമാനൻ്റെ ഉടുപ്പൂരിയാൽ നീയും ഇവിടെ നിൽക്കത്തില്ല, കാരണം കുഷ്ഠരോഗിയാണ്. ഇവളെ പച്ച പെന്തിക്കോസുകാരത്തി. ഇവള് പറഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചയിൽ ഒരു ഉപദേശിയുണ്ട്, അനീഷ് ഭാഷറെ, ഞാൻ നിങ്ങളുടെ ഭാഷയെ പറയാം, സാഹിത്യ ഭാഷ, ഭാഷ, അങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് നോക്കി, അടിപൊളിയായിട്ട് സൗഖ്യം കിട്ടും. ഈ സഹോദരി എന്ന് പറഞ്ഞു നയമാനോട്, ദേ പെണ്ണ് പറഞ്ഞേ കേട്ടോ, അവിടെ ഒരു ഉപദേശിയുണ്ട്, ചെന്നാൽ കുഷ്ഠസുഖമാക്കും. നിയമം അനുസരിച്ച് നയമാന് നേരിട്ട് പോരാൻ അനുവാദമില്ല. കാരണം രാജാവിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ വരാനൊക്കത്തില്ല. അതുകൊണ്ട് രാജാവിനോട് എന്ന് പറഞ്ഞു, രാജാവേ, സമർപ്പണത്തിൻ്റെ പൗറി ഞാൻ കേൾപ്പിക്കാൻ പോവുക, അതിൽ വരാവുന്ന ദോഷവും നിങ്ങൾ കേട്ടോണം. രാജാവേ, ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന പെണ്ണ് പറഞ്ഞു, അവിടെ ചെന്നാൽ മതി, അവിടെ പ്രവാചകനോട് കുഷ്ഠരോഗ സൗഖ്യമാക്കും. അപ്പോൾ രാജാവ് പറഞ്ഞു, ഐ വിൽ ഗീവ് എ ലെറ്റർ. പ്രോട്ടോക്കോളാ. രാജാവിന് പ്രവാചകന് ലെറ്റർ കൊടുക്കാൻ നിയമമില്ല. എ കിങ് ഷുഡ് റൈറ്റ് എ ലെറ്റർ ടു അനദർ കിങ്. അങ്ങനെയാണ് ഇസ്രായേൽ രാജാവിന് എഴുത്തു കൊടുക്കുന്നു. ഈ എഴുത്തുമായിട്ടാണ് നയമാൻ ചെല്ലുന്നത്. വെറുതെ പോകാനൊക്കത്തില്ല. ആ രാജ്യത്തിൻ്റെ പ്രൗഢി കാണിക്കാനാണ് ഒട്ടകപ്പുറത്തെ ബാബിലോണിയ നിയമം. അങ്കികളെ സ്വർണം, വെള്ളി, അമ്പാരി കൂട്ടവുമായിട്ട് അങ്ങോട്ട് ചെന്നു. നേരെ രാജാവിൻ്റെ അരികിലോട്ട് ചെന്നു. ഈ എഴുത്തു കൊടുത്തു. ആ എഴുത്തങ്ങോട്ട് വായിച്ചു. രാജാവിൻ്റെ സ്നേഹവന്ദനം, നയമാനെ അയക്കുന്നു, അവൻ്റെ കുഷ്ഠരോഗം മാറ്റി വിടണം. ഈ വേദവസ്ത്രം പഠിപ്പിക്കുന്നു. ഇത് വായിച്ചിട്ട് രാജാവ് പ്രൈസ് ദി ലോർഡ് എന്നല്ല പറഞ്ഞത്. രാജാവ് എന്ത് ചെയ്തു നിങ്ങൾക്കറിയാമല്ല? അയ്യോ, രാജാവ് വസ്ത്രം കീറി. ഞാനേ ഡയബറ്റിക്കും BP ആയിട്ട് ഇവിടെ ഇരിക്കുക. അന്നേരത്തെ ഒരുത്തനെ പറഞ്ഞു വിട്ടിരിക്കുക, കുട്ടം മാറ്റാൻ. ഇവൻ യുദ്ധത്തിന് കാരണം അന്വേഷിക്കുന്നു. രാജാവ് വസ്ത്രം കീറി എന്ന് പ്രവാചകൻ കേട്ടപ്പോൾ ഇനിയുള്ള വിഷയം സമർപ്പണത്തിന് ശക്തി വേണം. ലെറ്റ് ഹിം കം ഹിയർ. നോക്കിക്കേ, അവൻ ഇങ്ങോട്ട് വാ, ഞാൻ കുട്ടം മാറ്റാം. അങ്ങോട്ട് പോവുക.
അപ്പോൾ അവൻ ഓർത്ത് എന്നാന്നറിയാവോ, ഇതാരാ? സേനാനായകനാ, മറ്റേ വെറും ഒരു ഉദ്ദേശിയാ. അങ്ങോട്ട് ചെല്ലും, 6-7 അസിസ്റ്റന്റുമാർ ഉദ്ദേശിമാർ കൂടി തേങ്ങാ കുലുക്കുന്ന തലയെ പിടിച്ച് കുലുക്കി വിട്ടുപോകുന്നു പറഞ്ഞ് കുറ്റം മാറ്റുമെന്നാ. പക്ഷെ ആ പവർ കേട്ടോണം. നയമാൻ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു സീ ഹിം, ലെറ്റ് ഹിം ഗോ ടു റിവർ ജോർഡൻ ആൻഡ് ഡിപ്പ് ഹിംസെൽഫ്. ഹൗ മെനി ടൈം? കുട്ടികൾ പറ, അയ്യോ അറിയത്തില്ലേ? ഹൗ മെനി ടൈം? 10? ഗുഡ്, 7 ടൈം. ബൈബിള് പഠിപ്പിക്കുന്നു, ഇവൻ ഇത് കേട്ടിട്ട് സിറിയൻ ഭാഷയെ പുളിച്ച തെറി പറഞ്ഞെന്നാ. എൻ്റെ നാട്ടിലെ അമാനയും പർപ്പരയും സൂപ്പർ വെള്ളം ഉണ്ടായിട്ട് ഇവിടെ കുളിക്കണം. കാരണം അതിനകത്തും ഗുണം പിടിച്ച് എങ്ങാണ്ട് സുവിശേഷ പ്രസംഗം കേട്ടു ഒരു പട്ടാളക്കാരനുണ്ട്. അവൻ പറഞ്ഞു, ഒരു ചെറിയ കാര്യമല്ലേ, ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഇനി അടുത്തത് കേട്ടോണം. ഇവൻ പോയി 1 മുങ്ങി, വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. 2 മുങ്ങി, നിങ്ങൾക്ക് പരിചയമല്ലേ പറയാം, വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. 3 മുങ്ങി, വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. 4 മുങ്ങി, വല്ല വ്യത്യാസമുണ്ടോ? ഉണ്ട് മോളെ, ഒന്ന് മുങ്ങി നോക്കിക്കേ. വെള്ളം ഉള്ളിടത്ത് പോയി ഒന്ന് മുങ്ങി നോക്കിക്കേ. എന്നാണെന്നറിയാമോ? 4 പ്രാവശ്യം മുങ്ങിക്കഴിയുമ്പം വെള്ളത്തിൻ്റെ വേവ്സ് 20 അടി അകലെ ചെല്ലും. അപ്പോൾ മീനിന് മനസ്സിലായി സംതിങ് ഇവിടെ ഉണ്ട്, ഓടി വരും. 5 മുങ്ങി, മീനിന് നല്ല ഏറെ അവൻ്റെ കുട്ടത്തെ കുത്തി. 6 മുങ്ങി, ബ്ലീഡിങ് വന്നു. മുടികെട്ടെന്നും പറഞ്ഞു ഒരു മുങ്ങിലൂടെ ഇവൻ്റെ ശരീരം മമ്മൂട്ടിയുടെ ദേഹം പോലെ. അടുത്തതാണ് നമ്മുടെ വിഷയം, സമർപ്പണത്തിൻ്റെ പവർ കേട്ടോണം. ഇവൻ ഓടി അങ്ങോട്ട് പറഞ്ഞു, എന്നിൽ നിന്നും സംതിങ് മേടിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ സേവിക്കുന്ന യഹോവയാണ്, നിന്നോട് ഞാനൊന്നും മേടിക്കത്തില്ല. എന്താണെന്നറിയാമോ? സമർപ്പണത്തിൻ്റെ പവർ കണ്ടോ? എന്തുകൊണ്ട് മേടിച്ചില്ല? അതേ എലീശ ശൂന്യങ്കാരത്തിൻ്റെ വീട്ടിൽ ചെല്ലും, ഭക്ഷണം കൊടുക്കും, മുറി കൊടുക്കും, കട്ടിൽ കൊടുക്കും, പണം കൊടുക്കും. മേടിച്ചു. പവർ കണ്ടോ സമർപ്പണത്തിൻ്റെ? എന്തുകൊണ്ട് നയമാനോട് മേടിച്ചില്ല? അവനോടൊരു 100 രൂപ മേടിച്ചിരുന്നെങ്കിലോ നയമാൻ തിരിച്ചങ്ങ് ചെല്ലും. രാജാവ് നോക്കുമ്പോൾ നല്ല സുന്ദരനായിട്ട് വന്നു. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ രാജാവ് ഒരു പാടുമില്ല, ഒരു ഉദ്ദേശിരിപ്പാണ്, 100 രൂപ പടിയാ, കൊണ്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം കുഷ്ഠരോഗികളുടെ ഘോഷയാത്രയാ 100 വെച്ച്. അത് വരാതിരിക്കാൻ, ദൈവനാമം മഹത്വപ്പെടാൻ, ഇതിനെ തടസ്സം വരാതിരിക്കാൻ ഞാൻ നിന്നോടൊന്നും മേടിക്കത്തില്ല. പക്ഷേ ആ സമർപ്പണം അത് ശരിയായെങ്കിലും സ്പെക്സ് സ്കാനിങ്ങിൽ അവൻ്റെ അസിസ്റ്റൻ്റ് വീണുപോയി. വേറൊരുത്തനെ ഉയർത്തിക്കൊണ്ട് വരിക. ആരാ? ഗേഹസി. അവൻ പറഞ്ഞ്, ഞങ്ങളുടെ അച്ചായനെ പ്രാർത്ഥിക്കാൻ അറിയാം, രോഗശാന്തി വരുത്താൻ അറിയാം, ക്ഷീണം മാറ്റാൻ അറിയാം, കാശ് മേടിക്കാൻ അറിയാമല്ല, ഞാൻ ഒപ്പിക്കാമെന്ന് പറഞ്ഞു. സമർപ്പണത്തിനകത്ത് സാത്താൻ സ്കാൻ ചെയ്തപ്പോൾ ഈ ഉപദേശി പാട്ടുപാടാൻ എടുക്കാനാ. ആരാ? ഗേഹസി. ഡ്രം അടിക്കാൻ എടുക്കാനാ. പക്ഷേ കാശും വസ്ത്രവും കണ്ട അവളയും സമർപ്പണത്തിൽ തകർന്നു പോയി. നമ്മൾ സമർപ്പണത്തിൽ തകരരുതേ. 3-ാമത്തേത് എക്സസൈസാ. അത് പറയാൻ സമയമില്ല. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നെങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. 1 സമർപ്പണം, 2 അതിൻ്റെ ആക്ഷൻ, 3 നോക്കിക്കേ സ്പിരിച്വൽ എക്സസൈസ്. അത് പറയാൻ നേരമില്ല. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.